മൂന്നാറിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വനപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശമാണ് മാങ്കുളം. എറണാകുളം കോതമംഗലം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അടിമാലി എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് മാങ്കുളത്തേക്കുള്ള വഴി കാണാം. ഇതുകൂടാതെ അടിമാലി കഴിഞ്ഞ് കല്ലാർ മാങ്കുളം റോഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാർ ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് തേയിലത്തോട്ടം അവസാനിക്കുന്നത് മാങ്കുളത്തേക്കുള്ള ഈ വഴിയിലാണ്. ഒരുപാട് ഹോം സ്റ്റേസ് ഇവിടെ ലഭ്യമാണെങ്കിലും മിസ്റ്റി ഗാർഡൻ റിസോർട്ടിലാണ് ഞാൻ റൂം എടുത്തത്. ഇവിടെ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ലൊരു സ്വിമ്മിംഗ് പൂളും നല്ല സർവീസാണ് ഈ റിസോർട്ടിൽ. ഇവിടുത്തെ ഓരോ റൂംസിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നല്ല ഹിൽ വ്യൂസ് ഒക്കെ കിട്ടുന്ന റൂമുകളാണ് ഇവിടെ ഉള്ളത്. മാങ്കുളത്ത് തന്നെയുള്ളൊരു വാട്ടർഫോളാണ് പെരുമ്പൻകുത്ത് വാട്ടർഫോൾ. മഴക്കാലമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു വെള്ളച്ചാട്ടമൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് എന്ന നിരക്കിലാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആനക്കുളത്തേക്കാണ്. മാങ്കുളം വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ. കാടിറങ്ങി വെള്ളം കുടിക്കാൻ വരുന്ന കാട്ടാനകളെ നേരിട്ട് കാണാനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകുന്നേരം 4 മണിക്ക് ശേഷവും സ്ഥിരമായി ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി ഈ പ്രദേശത്ത് തന്നെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നതിൻ്റെ കാരണം ഇവിടെ നല്ല ശുദ്ധജലത്തിൻ്റെ ഉറവയുണ്ടെന്നും ഈ വെള്ളത്തിന് ഒരു ഉപ്പുരസമുണ്ടെന്നും ഈ വെള്ളം ആനകൾക്ക് ഇഷ്ടമാണ്, അതിനാലാണ് ഇവിടെ ആനകൾ കൂട്ടമായി വരുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വോളിബോൾ കോർട്ടിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം കളിക്കാൻ അനുവദിക്കില്ല. വലിയ ആനകൾ കുട്ടിയാനകളെ കൺട്രോൾ ചെയ്യുന്നതും ആനകൾ തൻ്റെ കാലുകൊണ്ട് ചവിട്ടി അവിടെ കുഴികളുണ്ടാക്കി ആ കുഴിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. ഏകദേശം 2-3 മണിക്കൂറുകൾ ആനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ ചെലവഴിക്കുന്നുണ്ട്. അത്രയും നേരം ഈ റോഡരികിൽ ആൾക്കൂട്ടവും ഉണ്ട്. പൊതുവെ ആനകൾ പുഴയിലെ വെള്ളത്തിൽ കുളിക്കാറുണ്ടെങ്കിലും ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആനകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് കൗതുകപ്പെടുത്തുന്നൊരു കാര്യമാണ്.
ആനകൾ പുഴയിൽ നിൽക്കുന്ന സമയത്ത് പുഴയിലേക്ക് ഇറങ്ങാനോ ഡ്രോണുകൾ പറത്താനോ പാടുള്ളതല്ല എന്നുള്ളൊരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ റോഡരികിൽ തന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ കയറി ഒരു ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കിട്ടുന്ന ഒരു നല്ല റൂമായിരുന്നു മിസ്റ്റി ഗാർഡൻ റിസോർട്ടിലേത്. ഇവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കുള്ള ദൂരം ഏകദേശം 20 കിലോമീറ്റർ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ മൂന്നാറിലേക്ക് യാത്രയായി.